ഗായ്സ് വെൽക്കം മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ അമ്മമ്മ വീട്ടിലാണിട്ടായ ആ ബ്ലോഗാണ് ഇപ്പോൾ ഇന്ന് ഇതിന് ഉണ്ടാകണ്ടോ. ഇതൊക്കെ ഇങ്ങനെ ചെടിയാൾ വിടർന്ന് നിന്നിട്ട് ഞാൻ കുറച്ച് റെഡിയാക്കി വെച്ചതാണ് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, അവിടെ തോടുണ്ട് ഗൈസ്. തോട് കണ്ടോ. നമുക്ക് നമുക്ക് ഇനി കുറച്ചും കൂടി പണിയുണ്ട്, അപ്പം അതൊക്കെ ചെയ്യാം കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കുഴിച്ചിട്ട തെങ്ങാണ് കേട്ടോ ഗൈസ്. ഇത് പ്ലാവും തൈയാണ് ഗൈസ്. ഇത് ചെറിയ പ്ലാവും തൈയാണ് ഗൈസ്. അപ്പം നമുക്ക് ഈ പുല്ല് അങ്ങോട്ട് വെക്കട്ടെ ഗൈസ്. പുഴു ഗൈസ്, പുഴു. അമ്മയാണ് ഈ ഇതൊക്കെ പറിച്ചത്. ഇത് കുറച്ചൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇട്ടത്. ഇത് കത്തിക്കാനുള്ളതാണ് ഗൈസ്. ഇതിലെ ഐഡിയാണ് ഗൈസ് ഞാൻ എടുത്തിട്ടുണ്ടാവുന്ന ഈ ഇതുകൊണ്ട്. ഗൈസ്, നമ്മളെ വീടിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ബാക്കിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ തേങ്ങ ആണ് കേട്ടോ ഇവിടെ. നമുക്ക് അട്ട ഉണ്ടാവും ഗൈസ്. അട്ട ഇതാണ് ഇവിടെയാണ് ഞങ്ങൾ ഇതൊക്കെ കത്തിച്ചേക്കാറില്ല. അത് കണ്ടോ ഗൈസ്, ഇതൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ ഇനി അവിടുത്തെ പുല്ലൊക്കെ പറിച്ചതൊക്കെ ഇനി ഇവിടെ കൊണ്ടുപോയി കത്തിക്കാനുള്ളതാണ്. ഇതൊക്കെ അവിടേക്കൊക്കെ മലയാണ് ഗൈസ്, മല. അപ്പം ഞാൻ അങ്ങോട്ട് ക്ലിയറായിട്ട് കാണാം. അവിടെ മരങ്ങളൊക്കെ മുറിച്ചിട്ടോ. ഇതാ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മരം മുറിച്ചതുകൊണ്ട് നല്ല വെളിച്ചമൊക്കെ ഉണ്ട് ഗൈസ്. ഇത് വാഴയാണ് കേട്ടോ ഗൈസ്, വാഴ. ഞാൻ നിങ്ങൾക്ക് ടേസ്റ്റുള്ളൊരു കാര്യം കാണിക്കാൻ മറന്നു കേട്ടോ. ഇതാണ് കൊക്കോ മരം കേട്ടോ. അത് അവിടെയുണ്ട് കൊക്കോ മരം. ഇപ്പം നമ്മൾ നിൽക്കുന്ന കല്ലിൻ്റെ പോലെ നമുക്ക് ചാടാം ഗൈസ്. നമ്മൾ വെള്ളം നനയ്ക്കാണ്. വെള്ളം സ്ലോ ആണ്. ഇത്രയൊക്കെ അവിടെ പുറത്തുള്ള വെള്ളം. എന്തൊക്കെ ഇത് വലിക്കാൻ കിട്ടുന്നത്. വെള്ളം വരാത്ത മാതിരി ഉണ്ട്. അവിടെ എത്ര ആക്കിയിട്ട് എത്തുന്നില്ല ഗൈസ്. അങ്ങോട്ടൊക്കെ ഇതുണ്ട് കേട്ടോ. അവിടേക്കൊക്കെ പോയാൽ വെള്ളമുണ്ട്, തോടുണ്ട്. ഓക്കെ, അവിടെയൊക്കെ മരം മുറിച്ചിട്ടോ. ഇന്നലൊക്കെ മുറിച്ചിരുന്നു കേട്ടോ. ഇവിടുത്തെ ചെറിയ ഇതൊക്കെ ചെടികൾ തട്ടിയാൽ മതി, ചൊറിഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ കഴിയൂല ഗൈസ്. അങ്ങനെയാണ് കാര്യം. ഇതിപ്പോൾ ഇപ്പം നട്ട സാധനമാണ് കേട്ടോ. ചേമ്പാണ് കേട്ടോ അത്, ഇപ്പം നട്ടതാണ് ഗൈസ്. ഇതവിടെ ഒരു ഓട്ട. ഇതൊക്കെ ഞങ്ങളുടെയാണ് ഗൈസ്. പൈനാപ്പിളിൻ്റെ മരമുണ്ട് ഗൈസ്. സോറി, മരമല്ല, ചെടി. മാറിപ്പോയാണ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇതെന്താ? കാപ്പിപ്പൊടിയോ? കാപ്പില്ലേ ഗൈസ്. ഇത് കാപ്പിക്കുരു ആണ് കേട്ടോ. ഞാൻ കുറേ കാപ്പിയൊക്കെ എനിക്കൊന്നും അറിയില്ല. കാപ്പിക്കുരുവിൻ്റെ മരം അവിടെയുണ്ട്. കാപ്പിക്കുരുവിൻ്റെ മരം കേട്ടോ. കാപ്പിക്കുരു കാണുമ്പോൾ അവിടെ നല്ല കാപ്പിക്കുരു ഉണ്ട് അല്ലേ? കാപ്പിക്കുരു ഉണ്ട്. ഇതാ കണ്ടോ, നിങ്ങൾ കണ്ടോ? അങ്ങോട്ട് പോണില്ല കേട്ടോ. കാപ്പിക്കുരുവിൻ്റെ മരമാണ്, കണ്ടോ നിങ്ങൾ? ഇതിന്നൊക്കെ കാപ്പിക്കുരു നിങ്ങൾക്ക് എടുക്കാമെന്ന് പറയാം. എടുക്കലൊക്കെ ഉണ്ട്, എടുക്കാത്ത കുറവൊന്നുമില്ല. ഇതാണ്
കൊക്കമരം നിങ്ങൾക്ക് ഞാൻ നേരത്തെയും കാണിട്ട് തന്നില്ലെന്നോ അമ്മമ്മ ഹായ് പറഞ്ഞതാണ് ഇത് ഗായ്സ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. ഞാൻ ഡയറക്റ്റ് ആയിട്ടൊരു വീഡിയോ ഇടുട്ടോ അല്ല അമ്മമ്മൻ്റെ വീട് മൊത്തം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ എന്താ ഇങ്ങനെ പുല്ല് വെട്ടാൻ മാത്രമായിട്ടോ വന്നിട്ടുള്ളൂ കേട്ടോ. നിങ്ങളെ എന്താ അമ്മൻ്റെയും ഉമ്മാൻ്റെ ഒക്കെ വീട്ടിലായിരിക്കും എനിക്കറിയാം കേട്ടോ. ഇതൊക്കെ ഗായ്സ് എന്താ ഓല ഗായ്സ് ഓല പച്ച ഓലയാണ് കേട്ടോ ഗൈസ് പച്ച ഓല ഉണ്ടോ പച്ച ഓല. ഞാൻ പുല്ല് വെട്ടാനാണോ വന്നത് വീഡിയോ എടുക്കാനാണോ വന്നത് നിങ്ങൾ ചോദിക്കല്ല കേട്ടോ. ഞാൻ അവിടെയൊക്കെ നന്നാക്കി ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെയൊക്കെ നന്നാക്കിയതാണ് കാണിച്ചു. ഞാൻ ഇവിടെയൊക്കെ കൊത്തിയിട്ട് റെഡിയാക്കിയതാണ്. നിങ്ങൾക്ക് പറഞ്ഞു ഞങ്ങൾ തോട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് വെള്ളം വരല് കേട്ടോ. കണ്ടോ സ്ലോ ആയിട്ടാണ് വെള്ളം വരുന്നത് കണ്ടോ. ഓക്കെ ഇത്രയും എൻ്റെ അമ്മമ്മയാണ് കൊണ്ടിട്ടത് കേട്ടോ. എൻ്റെ അമ്മ ഞാനൊരു പണി എടുക്കണില്ല. ഇത് വേറെ ആൾക്കാരെ കൊക്കമരാണ് കേട്ടോ. ഇവിടുത്തെ ഓരോ ചെടികൾ തട്ടുമ്പോഴും എന്താ ഇതാവും കേട്ടോ ചൊറിയും. അതുകൊണ്ടാണ് ഞങ്ങൾ വെട്ടിയത് കേട്ടോ. ഇന്നലെ ഞങ്ങൾ വീട്ടിൽ തേങ്ങ ഇട്ടുന്നു. അപ്പം എന്താ പറയുക അപ്പം പെറുക്കാൻ തേങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണു. അപ്പം എന്താ പെറുക്കാൻ ഞങ്ങളിങ്ങോട്ട് വന്നു കേട്ടോ. അപ്പമാണ് അപ്പം ചെടികളൊക്കെ തട്ടാണ്ട് കാലം ഞങ്ങൾക്ക് എല്ലാവർക്കും ചൊറിയുന്നു കേട്ടോ. ഗായ്സ് ഈ മരം കൊടംപുളിയുടെ മരമാണ് കേട്ടോ. ഗായ്സ് അവിടെ കുഞ്ഞ് കൊക്കോ വളരുന്നുണ്ട് കേട്ടോ. ഇപ്പം കണ്ടോ ഗായ്സ് കൊക്കോ. ഗായ്സ് ഇവിടെ നല്ല പുല്ല് നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇതൊക്കെ മധുരക്കിഴങ്ങിൻ്റെ വള്ളിയാണ്. കണ്ടോ ഗൈസ്. ഓക്കെ ഗായ്സ് ഇങ്ങോട്ടിങ്ങനെ പോകാൻ പറ്റും കേട്ടോ. ഗായ്സ് അത് കണ്ടോ ഇങ്ങോട്ട് കയറിയാൽ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും ഗൈസ് ഉണ്ടോ. ഗൈസ് അവിടെ ക്രിസ്മസ് പപ്പ ഉണ്ട്. നമുക്ക് വലിയൊരു ക്രിസ്മസ് പപ്പ. ന്യൂ ഇയർ ആവാനായില്ലേ? ന്യൂ ഇയർ ആയി. ഇനി കുറച്ച് 4 ദിവസം 2 ദിവസമൊക്കെ കഴിഞ്ഞ് ന്യൂ ഇയർ ആയി. നമുക്ക് ക്രിസ്മസ് പപ്പനൊന്ന് ഫോട്ടോ എടുത്താലോ? വീഡിയോ എടുക്കാൻ പോവാ. ക്രിസ്മസ് പപ്പ ഉണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ? ക്രിസ്മസ് പപ്പ കണ്ടോ ഗൈസ്. കയ്യിലൊക്കെ ക്രിസ്മസ് ട്രീ ഉണ്ട്. ഇത് വേറെ വീട്ടുകാരതാട്ടോ. അപ്പം ഗൈസ് നമ്മളിങ്ങോട്ട് പോകുന്നു. രാത്രി നല്ല തെളിച്ചുണ്ടാവും കേട്ടോ. ഇരുട്ടാണ് ഗൈസ്. ഇരുട്ടെന്ന് പറഞ്ഞ വന്ന വെയിലാണ്. ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണേ. അപ്പം ബൈ.